നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരും പുറത്തേക്ക്. കട്ടിലപ്പാളി, ദ്വാരപാലക പാളി കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ശബരിമലയിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികളടക്കം കൊടുത്തുവിടുന്നതിൽ പ്രഥമദൃഷ്ട്യാ നേരിട്ട് പങ്കില്ലെന്ന് നിരീക്ഷണം. തന്ത്രിക്ക് താന്ത്രികാധികാരം മാത്രമെന്ന് കോടതി. ജയിൽ മോചിതനായത് 41 ദിവസത്തിന് ശേഷം. ഭിന്നശേഷി അധ്യാപക സംവരണ കാര്യത്തിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. NSS മാനേജ്മെന്റിന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സുപ്രീം കോടതി വിധി അനുസരിച്ച് അന്തിമ അംഗീകാരം എന്ന ഉപാധി കൂടി ഉത്തരവിൽ ചേർക്കും. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന് എതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് സർക്കാർ. ബാറുകളുടെ സമയം നീട്ടിയതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC മദ്യവിരുദ്ധ സമിതി. തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് സമിതി. സർക്കാരിന്റെ അബ്കാരി പ്രീണന നയം സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുമെന്നും നയം പിൻവലിക്കണമെന്നും ഓർത്തഡോക്സ് സഭ. സമയമാറ്റത്തെ അനുകൂലിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിശദമായ ചർച്ച വേണ്ടിയിരുന്നുവെന്ന് VD സതീശൻ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി. ഡോക്ടർ ബിന്ദു സുന്ദറിന് സ്ഥലം മാറ്റം. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ് രോഗികൾ. നാളെ മുതൽ ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. ഡൽഹിയിലെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ രാജ്യത്തിന് നാണക്കേടായി UPയിലെ ഗൽഗോട്ടിയ സർവകലാശാല. ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗിനെ പ്രദർശിപ്പിച്ചത് സ്വന്തം നിലയിൽ വികസിപ്പിച്ചെന്ന് അവകാശപ്പെട്ട് ഉച്ചകോടിയുടെ എക്സ്പോ ഏരിയ ഒഴിയാൻ സർവകലാശാലയോട് കേന്ദ്ര IT മന്ത്രാലയം. ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോക നേതാക്കൾ ഡൽഹിയിൽ. T20 ലോകകപ്പിലെ സൂപ്പർ 8-ൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. മത്സരം ഞായറാഴ്ച. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ അവസാന മത്സരം ഇന്ന് നെതർലാൻഡ്സിന് എതിരെ. മത്സരം അഹമ്മദാബാദിൽ 7 മണിക്ക്. സൂപ്പർ 8 പ്രതീക്ഷയുമായി പാകിസ്ഥാൻ ഇന്ന് നമീബിയയ്ക്ക് എതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടി. കേസിലെ പ്രതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2 കേസുകളിലും ജാമ്യം അനുവദിച്ചു. കേസിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അതേസമയം കേസിലെ മറ്റൊരു പ്രതി പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി രാജീവ് കണ്ഠരര് കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയല്ലേ കണ്ഠരരുടെ ജാമ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യം. കഴിഞ്ഞ പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ തന്ത്രിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇത് 6ാമത്തെ പ്രതിയാണ് ഇത്തരത്തിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്, ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഓരോ പ്രതികളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുള്ള വീഴ്ച എന്ന തരത്തിൽ ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. സ്വാഭാവികമായ ജാമ്യ ഹർജി നേടി ചില പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ ചിലർ അല്ലാതെയും, അതായത് തന്ത്രി ഉൾപ്പെടെയുള്ള പ്രതികൾ, തന്ത്രിയും ശ്രീകുമാറും അല്ലാതെ, അതായത് റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച്, അതായത് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം സ്വാഭാവിക ജാമ്യം ലഭിക്കുക എന്ന ഏതൊരു പ്രതിയുടെയും അവകാശത്തിലൂടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു. ഇതൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്നൊരു വിലയിരുത്തൽ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും തന്ത്രിയുടെ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണ സംഘം ഹാജരാക്കിയ രേഖകളൊന്നും തന്നെ തന്ത്രിക്ക് ഈ കേസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അല്ലെങ്കിൽ കേസിന്റെ മറ്റ് ഇടപാടുകളിലൊക്കെ തന്നെ വഴിതെളിക്കുന്ന തരത്തിലുള്ള ഒരു രേഖകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ തന്ത്രിക്ക് 2 കേസുകളിലും, കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും 2 കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജനുവരി 9-നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലാകുന്നത്. തുടർന്ന് 40 ദിവസം പൂർത്തിയാക്കിയ ശേഷം തന്ത്രിയും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതോടെ 6ാമത്തെ പ്രതിയാണ് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏതായാലും പ്രതിഭാഗം വാദിച്ചതുപോലെ തന്നെ, അതായത് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടൽ
ഇടപാട് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായോ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളുമായോ ഒന്നും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. ആ വാദം പരിഗണിച്ച് പ്രോസിക്യൂഷൻ നിരത്തിയ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എതിർത്ത ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾക്ക് കൃത്യമായ ഒരു രേഖകൾ ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക രേഖകൾ സമർപ്പിക്കുന്നതിന് അവർ ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പല ഘട്ടങ്ങളിലും ജാമ്യം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കണം എന്ന തരത്തിലുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ ഈ തന്ത്രിയുടെ കുടുംബത്തിനും ഉണ്ടായിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2004 മുതലുള്ള ബന്ധം അല്ലെങ്കിൽ അടുപ്പം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ തന്ത്രിയുടെ ജാമ്യ ഹർജിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദഘട്ടങ്ങളിൽ എതിർത്തിരുന്നു. പക്ഷേ അതൊക്കെ കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നതിന് സാധിച്ചില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയായിട്ട് വേണം ഇപ്പോൾ ജാമ്യം ലഭിച്ചതിനെ കരുതാൻ. ഏതായാലും തന്ത്രി ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങുന്നു. ഇതോടെ കേസിൽ 6ാമത്തെ പ്രതിയാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 4 പേർ സ്വാഭാവിക ജാമ്യത്തിലൂടെയും ശ്രീകുമാർ, തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവർ 90 ദിവസം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ, റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ജാമ്യം ലഭിച്ചും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ, അതായത് നാളെ കേസിലെ മറ്റൊരു മുഖ്യപ്രതിയായിട്ടുള്ള പത്മകുമാർ കേസുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവിക ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി രാജീവർ കണ്ഠരർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് നടൻ ജയറാം. പോറ്റിയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. അതേസമയം മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ജയറാമിനെ വീണ്ടും വിളിച്ചു വരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമാണ് നടൻ ജയറാം വിശദമായ മൊഴി നൽകിയിട്ടുള്ളത്. SITയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ജയറാം വെളിപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് തുടങ്ങിയത് ശബരിമലയിൽ നിന്നാണ്. എന്നാൽ അദ്ദേഹവുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നില്ലെന്ന് ജയറാം ED ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ശബരിമല വിശ്വാസി എന്ന നിലയിൽ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും വിശ്വാസി എന്ന നിലയിൽ മാത്രമാണ്. ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദക്ഷിണയും നൽകി. പൂജയുടെ ഫോട്ടോകളും മറ്റും ഉദ്യോഗസ്ഥർക്ക് ജയറാം കൈമാറിയിട്ടുണ്ട്. പാളികൾ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്താൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങ് നടത്തിയതെന്ന് ജയറാം വ്യക്തമാക്കിയിരുന്നു. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ പൂജ നടന്നത്. അതേസമയം മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ED ഉദ്ദേശിക്കുന്നത്. ആവശ്യമെങ്കിൽ ജയറാമിനെ വ്യക്തതക്കായി വീണ്ടും വിളിച്ചു വരുത്തും. മുരാരി ബാബുവും ജയശ്രീയും ശ്രീകുമാറും കൽപേഷും എല്ലാം നൽകിയ മൊഴികൾ കൂടി വിലയിരുത്തിയ ശേഷം മറ്റാളുകളെ ഏതൊക്കെ ഘട്ടങ്ങളിൽ വിളിച്ചു വരുത്തണമെന്ന കാര്യത്തിൽ ED തീരുമാനമെടുക്കും. SITക്ക് മുന്നിൽ എത്തുന്നതിന്റെ ഇടവേളകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്താനാണ് ED ഉദ്ദേശിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഭിന്നശേഷി അധ്യാപക സംവരണത്തിലും കേട്ടറ്റിലും നിർണായക ഉത്തരവുമായി സംസ്ഥാന സർക്കാർ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSSന് അനുകൂലമായ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേട്ടറ്റ് പരീക്ഷ 2 വർഷം കഴിഞ്ഞ് അധ്യാപകർ പാസ്സായാൽ മതിയെന്നും ശമ്പളം തടഞ്ഞുവെക്കില്ല എന്നും ഉത്തരവിറക്കും. ഈ 2 വിഷയത്തിലും AGയുടെ നിയമോപദേശം തേടിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. അപ്പോഴും സുപ്രീംകോടതിയുടെ ഉത്തരവിനനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടും. ഈ വിഷയം വിശദമായി പരിശോധിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ നടന്നുവരുന്ന സാഹചര്യത്തിലും ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഭിന്നശേഷി നിയമന വ്യവസ്ഥകൾ ചട്ടപ്രകാരം പാലിക്കുന്ന മാനേജ്മെന്റുകളിൽ നിരവധി വർഷങ്ങളായി താൽക്കാലികമായി തുടരുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത് മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമായതിനാലും പരാമർശം 13 അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തുടരുന്ന എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് റെഗുലർ നിയമനം നൽകുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ വിധിക്ക് വിധേയമായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. ആൽഫ്രഡ്, ഈ ഭിന്നശേഷി അധ്യാപക സംവരണത്തിലും കേട്ടറ്റിലും നിർണായക ഉത്തരവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സർക്കാർ ഈ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്?
അത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് സംവരണത്തിൽ ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി എല്ലാ മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കി സർക്കാർ തീരുമാനമിറക്കുന്ന ഉത്തരവിറക്കാൻ പോകുന്നുവെന്ന് അപ്പോഴും ഉന്നയിച്ചിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഇത് ഏപ്രിൽ ഈ കേസിൽ അന്തിമമായ ഒരു വിധി പറയാനിരിക്കുന്നതിന് മുമ്പ് സർക്കാർ എങ്ങനെ സ്വന്തം നിലയിൽ ഒരു ഉത്തരവിറക്കുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ്, കാരണം സർക്കാർ എല്ലാ മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാകണമെന്ന് സത്യവാങ്മൂലം സർക്കാർ നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സർക്കാർ. കാരണം സുപ്രീം കോടതി ആദ്യം NSSന്റെ വിധി ഇത് പരിശോധിക്കുമ്പോൾ, NSSന്റെ ഹർജി പരിശോധിക്കുമ്പോൾ ഇത് NSSന് അനുകൂലമായ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും വേണമെങ്കിൽ എടുക്കാം എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ ആ പരാമർശം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. സർക്കാർ അതിന് അനുകൂലമായ നിലപാടെടുത്തതുമില്ല. അപ്പോഴും ഇത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലത്തെ പ്രധാന പ്രതിസന്ധി. സാമ്പത്തിക വിഷയം തന്നെയാണ്. എല്ലാ അധ്യാപകർ 20,000-ഓളം അധ്യാപകർക്ക് ഇതിലൂടെ സ്ഥിരം നിയമനം നൽകുകയാണെങ്കിൽ കടുത്ത സാമ്പത്തികമായ ഒരു ബാധ്യത സർക്കാർ നേടേണ്ടി വരും. അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാൾ അതിലേക്ക് മുഖം തിരിഞ്ഞു നിന്നത്. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകൾ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അനുകൂലമായ ഒരു നിലപാടെടുത്തേ മതിയാവൂ. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു ഉത്തരവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ഉത്തരവിൽ ഈ കാര്യം പ്രധാനമായും സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിരിക്കും അന്തിമമായ തീരുമാനം എന്നൊരു ഉപാധി കൂടി ആ ഉത്തരവിൽ ഉണ്ടാകും. പക്ഷേ എപ്പോഴും കാര്യങ്ങളൊക്കെ അനുകൂലമായി പോകും. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കമുള്ള മറ്റു മാനേജ്മെന്റുകൾക്കൊക്കെ ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട്, അതായത് സ്ഥിരം നിയമനവുമായി അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. അപ്പോഴേക്കും സർക്കാരിന് തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു. ഈ നവകേരള സർവേ ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കുകയുണ്ടായല്ലോ. ആ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുമെന്ന് കേൾക്കുന്നു സർക്കാർ. നിയമവശം പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? തീർച്ചയായും. കാരണം ആ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ കനത്ത ആഘാതമാണ് സർക്കാരിന് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട സർവേ റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ആയുധമാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ആക്ഷേപങ്ങൾ നിരന്തരം സർക്കാർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വ്യാജ PR വർക്കുകൾ, വലിയ രീതിയിൽ PR വർക്കുകളാണ് ഈ 10 വർഷത്തെ ഭരണ നേട്ടത്തിന് വേണ്ടി സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഹൈക്കോടതി കൈയോടെ പിടിച്ചത് തടഞ്ഞ് 20 കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ചെലവാക്കാൻ പോകുന്നത്. ഇതൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുമ്പോൾ അത് മറികടക്കാനായി അടിയന്തരമായി ഇതിന് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായി സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതിന് AGയുടെ നിയമോപദേശം തേടുകയാണ്. അപ്പോഴും സർക്കാരിന് ഒരു ആശങ്കയുള്ളത്, ഒരുപക്ഷെ സുപ്രീം കോടതി പോയാലും തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് കൃത്യമായ നിയമോപദേശം AGയിൽ നിന്ന് തേടുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന ആരോപണത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തോട് ഇന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘം ആശുപത്രിയിലെത്തി. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാരുടെ സംഘമാണല്ലോ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നത്. അവരൊക്കെ തന്നെയാണോ എത്തിയത്? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? നെടുമങ്ങാട് കുട്ടി മരിക്കാനുണ്ടായ ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടി മരിക്കാനുണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഗൈനക്കോളജി കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ഇപ്പോൾ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് 3-അംഗ സംഘം SITയിൽ നിന്നുള്ള 3-അംഗ സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈനക്കോളജിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെയാണ് അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുമുള്ള 3 ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ആശുപത്രിയിലെത്തി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ മന്ത്രിക്ക് സമർപ്പിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർശനമായ നടപടിയിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യം തന്നെ ഡോക്ടറെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തേക്ക് എത്തിയത്. അവർ സൂപ്രണ്ടുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് BJP പ്രവർത്തകരും ചേർന്നുകൊണ്ട് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ്. കർശനമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധം തുടരുകയുമാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന ആരോപണത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നാളെ മുതൽ അടിയന്തര പ്രാധാന്യമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാനാണ് തീരുമാനം. OPക്ക് പുറമെ അധ്യാപകർ ക്ലാസുകളും ബഹിഷ്കരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. PG ഡോക്ടർമാർ സമരത്തിൽ പ്രവേശിക്കാത്തതിനാൽ OP പ്രവർത്തനം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തലിന് പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിച്ചതിന്റെ പ്രധാന കാരണം കിരാന ഹിൽസിലെ ആക്രമണമാണെന്ന് വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ. കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയതായി ഇന്ത്യൻ വ്യോമസേന ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ടോം കൂപ്പർ തെളിവ് സഹിതം വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കിരാന കുന്നുകളിലാണെന്നാണ് കരുതുന്നത്. 2 ഭൂഗർഭ അറകളിലേക്കുള്ള 2 പ്രവേശന കവാടങ്ങളിലാണ് ഇന്ത്യൻ മിസൈൽ പതിച്ചതെന്നും ഇതിലൂടെ ഇന്ത്യ പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നുവെന്നും ടോം കൂപ്പർ പറഞ്ഞു. 88 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ 2025 മെയ് 10-നായിരുന്നു ഈ നിർണായക ആക്രമണം നടന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ആക്രമണത്തെ സാധൂകരിക്കുന്ന ഒന്നിലധികം തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് കൂപ്പർ അവകാശപ്പെടുന്നു. ഡൽഹിയിലെ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോക നേതാക്കൾ ഇന്ത്യയിൽ. സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചേസ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രി പെറ്റേരി ഓർപ്പോ തുടങ്ങിയ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡ സിൽവ ഉൾപ്പെടെയുള്ളവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. നാളെയാണ് ഔദ്യോഗിക ഉദ്ഘാടനം. മറ്റന്നാൾ സംയുക്ത പ്രസ്താവന ഉണ്ടായേക്കും. ലോക നേതാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്ന് നൽകും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗൽഗോട്ടിയ സർവകലാശാലയെ പുറത്താക്കിയിരിക്കുന്നു. ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗിനെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തതാണെന്ന് അവകാശപ്പെട്ട് പ്രദർശിപ്പിച്ചെന്ന ആരോപണത്തിലാണ് നടപടി. ഉച്ചകോടിയുടെ എക്സ്പോ ഏരിയ ഒഴിയാൻ സർവകലാശാലയോട് കേന്ദ്ര IT മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിവാദം കൊഴുത്തതോടെ വിശദീകരണവുമായി സർവകലാശാല അധികൃതർ രംഗത്തെത്തിയിരുന്നു. റോബോട്ടിനെ തങ്ങൾ നിർമ്മിച്ചതാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചൈനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണെന്നും എക്സിലൂടെ സർവകലാശാല അറിയിച്ചു. ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സുന്ദർ പിച്ചൈ ഇന്ത്യയിലെത്തിയത്. മറ്റന്നാൾ അദ്ദേഹം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷമെന്ന് പിച്ചൈ നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ആശ്വാസ വാർത്ത. നെല്ലിന്റെ താങ്ങുവില കുടിശ്ശികയിൽ 344.81 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതോടെ കർഷകർക്കുള്ള നെൽവില വിതരണം ബാങ്കുകൾ പുനരാരംഭിച്ചു. ഇതോടെ ഈ സീസണിലെ 1ാം വിളയുടെ നെല്ല് കൈമാറിയ മുഴുവൻ കർഷകർക്കും നെല്ലിന്റെ പണം ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലെത്തും. നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ 1343 കോടിയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ടായിരുന്നത്. ഇതിൽ 344.81 കോടിയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. 998.19 കോടി അപ്പോഴും കടമായി തുടരുകയാണ്. കേന്ദ്രം അനുവദിച്ച പണം സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി SBIയും കാനറ ബാങ്കും ഉൾപ്പെട്ട കൺസോർഷ്യത്തിന് കൈമാറി. സംസ്ഥാനത്താകമാനം 17,980 കർഷകർക്കായി 127.04 കോടി രൂപയാണ് 1ാം വിളയുടെ പണമായി ലഭിക്കാനുണ്ടായിരുന്നത്. ഇത് വിതരണം ചെയ്ത ശേഷം മിച്ചം വരുന്ന 217.41 കോടി രൂപ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണത്തിനായി വിനിയോഗിക്കും. 2ാം കൃഷിയുടെ നെല്ല് സംഭരണം പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ജനുവരി 2ാം വാരത്തിന് ശേഷം പാസാക്കിയ PRS രസീതുകൾക്കാണ് പണം ലഭിക്കാതിരുന്നത്. ഇതോടെ കർഷക പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു. കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ കർഷകർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇപ്പോൾ ആശ്വാസമാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ബാറുകളുടെ സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC മദ്യവിരുദ്ധ സമിതി. സമയമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് മദ്യവിരുദ്ധ സമിതി ചോദിച്ചു. ബാറുകളിലെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന മദ്യനയം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മനും ആവശ്യപ്പെട്ടു. അതേസമയം സമയം മാറ്റത്തെ പിന്തുണച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യനയത്തിലും മദ്യമേഖലയിലും കാര്യമായ മാറ്റങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ബാറുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമയം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബാറുകളുടെ സമയം നീട്ടി നൽകിയത് തിരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചോദിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. മദ്യം കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് ലഹരി മാഫിയയെയും
തെരുവ് നായ്ക്കളെയും വന്യജീവികളെയും ഭയന്നാണ് കേരളത്തിൽ ടൂറിസ്റ്റുകൾ കുറയുന്നത്. കേരളത്തിലെ ചളുക്കുമദ്യം കുടിക്കാനല്ല വിനോദസഞ്ചാരികൾ വരുന്നതെന്നും KCBC മദ്യവിരുദ്ധ സമിതി കുറ്റപ്പെടുത്തി. സർക്കാർ നീക്കത്തിനെതിരെ മാർച്ച് 8-ാം തീയതി മദ്യവിരുദ്ധ ഞായർ ആചരിക്കാനും ഇടലേഖനം വായിക്കാനും KCBC തീരുമാനിച്ചിട്ടുണ്ട്. സമാന നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് സഭയും മുന്നോട്ട് വയ്ക്കുന്നത്. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ചോദിച്ചു. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം. കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട്. ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അതേസമയം സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ മദ്യനയം നേരത്തെ തീരുമാനിച്ചതാണെന്നും പൊതുനിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എൻ്റെ അടിസ്ഥാനത്തിലല്ല. ബാർ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അതെല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച ആവശ്യങ്ങൾ ചില സമയത്ത് ഉണ്ടായേക്കാം. കേരളത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈനംദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. നേരത്തെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ചില സൗകര്യങ്ങൾ പ്രത്യേകമായി അനുവദിച്ചത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ LDF കൂടിയാലോചിച്ച ശേഷം പറയുമെന്ന് LDF കൺവീനർ പറയുമ്പോൾ പുതിയ തീരുമാനം പൂർണ്ണമായും LDF ചർച്ച ചെയ്തിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്തിന്റെ പേരിലായാലും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വരും ദിവസങ്ങളിലും കാരണമാകും. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ബാറുകളുടെ സമയം കൂട്ടിയ നടപടിയിൽ വിശദമായ ചർച്ച വേണ്ടിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു. നവകേരള സർവേയിൽ കോടതി തീരുമാനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ വികസന സംവാദ സംഗമത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ 10 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യരംഗം എന്നിവയിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ LDF സർക്കാരിനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചെന്നും കുറ്റക്കാർ ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട കാര്യം, എല്ലാ കാലത്തും കേരളം ഇങ്ങനെയായിരുന്നോ? ഇപ്പോ 10 വർഷമായി വർഗീയ കലാപങ്ങളില്ല, വർഗീയ സംഘർഷങ്ങളില്ല. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുകയാണ്. നഗരഹൃദയത്തിൽ കല്ലായി റോഡിലെ പ്രമുഖ വസ്ത്രശാലയായ ജയലക്ഷ്മി സിൽക്സിലെ വൻ തീപിടുത്തത്തിൽ 3 നില കെട്ടിടത്തിന് മുകളിലെ 2 നിലകളുടെ പകുതിയോളം പൂർണ്ണമായും കത്തിയമർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ ഓഫീസർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിൽ പരിശോധന നടന്നു. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ട് തീ പുറകിൽ നിന്ന് മുന്നിലേക്ക് പടരാതിരുന്നതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. 2023 ഏപ്രിലിലും ഇതേ വസ്ത്രശാലയിൽ സമാന രീതിയിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. അന്നും ഷോർട്ട് സർക്യൂട്ടാണ് വില്ലനായത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നും നാശനഷ്ടം 3 ഇരട്ടിയാണെന്നും ജയലക്ഷ്മി ഉടമ പറഞ്ഞു. ഷോപ്പ് നല്ല ഡാമേജ് ഉണ്ടായിട്ട്, സ്റ്റോക്കും മോശമുണ്ട്. എല്ലാം റീപ്ലേസ് ചെയ്യണം. ഷോപ്പും ഫർണിഷിങ് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90-95% മിനിമം ഡാമേജ് ഉണ്ട്.
എന്ന് പറയാം. ഇത്തരം സാഹചര്യങ്ങളിൽ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് വ്യാപാരികളും പ്രതികരിച്ചു. ഇവിടെ എന്ത് പറ്റി നാളെ കുറച്ചുകൂടി അപ്പുറത്ത് പറ്റിയാൽ പിടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ അതിന് തക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടാവണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ജയലക്ഷ്മി സിൽക്സിലെ 2, 3, 4 നിലകളിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക അഗ്നിരക്ഷാ വാഹനം ഉൾപ്പെടെ 13 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി 1 മണിയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. With the crest held high, one more ball and we touch the sky. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് മത്സരം. ഫെബ്രുവരി 26-ന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വേയും മാർച്ച് 1-ന് കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. സൂപ്പർ 8-ൽ 1-ാം ഗ്രൂപ്പിലാണ് ഇന്ത്യ. സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് ഇന്ത്യയ്ക്കൊപ്പം 1-ാം ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് എയിൽ നിന്ന് കളിച്ച 3 കളികളും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ 8-ൽ എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ അവസാന മത്സരം ഇന്നാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നെതർലാൻഡ്സിനെയാണ് ഇന്ത്യ നേരിടുക. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.